മുണ്ടക്കൈ ഉരുൾപൊട്ടലിലെ ദുരിതബാധിതർക്ക് പുനരധിവാസമൊരുക്കാൻ പാലക്കാട് മലമ്പുഴയിൽ കന്നുപൂട്ട് മത്സരം. വനിതകൾ ഉൾപ്പെടെയുള്ള കന്നുടമകളുടെ നേതൃത്വത്തിലാണ് മത്സരം നടന്നത്. രജിസ്ട്രേഷനിലൂടെ ലഭിച്ച മുഴുവൻ തുകയും വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. മലമ്പുഴ കവയിൽ ഇത്തവണ നടന്ന കന്നുപൂട്ട് മത്സരത്തിന് പ്രത്യേകതകളേറെയാണ്. കൊയ്ത്തുകഴിഞ്ഞ പാടങ്ങളിൽ കാർഷികോത്സവത്തിന്റെ ഭാഗമായാണ് കന്നുപൂട്ട് മത്സരം നടക്കാറ്. ഇത്തവണ കർഷകരുടെ ആഘോഷത്തിനപ്പുറം വയനാടിന്റെ കണ്ണീരൊപ്പാൻ തങ്ങളാലാകുന്നത് സ്വരൂപിക്കാനാണ് മത്സരം സംഘടിപ്പിച്ചത്. മാസങ്ങളോളം പരിശീലനം നേടിയ ഇണക്കാളകൾ മത്സരത്തിനായി കണ്ടത്തിലിറങ്ങി. രജിസ്ട്രേഷനിലൂടെ ലഭിച്ച മുഴുവൻ തുകയും വയനാട് ദുരിതാശ്വാസത്തിനായി നൽകാനാണ് സംഘാടകരുടെ തീരുമാനം. 1980 തുടങ്ങിയാണ്, 44 വർഷമായി. കന്നുകൂട്ടിൽ ഭയങ്കര വാശിയാണ്. പിള്ളേരെ തോൽപ്പിച്ച് നമ്മൾ മുന്നിൽ വരണം, അതൊരു വാശിയാണ്. ജയിക്കും തോൽക്കും, അത് പറയാം. ഇന്ന് വരെ തോറ്റ ചരിത്രം എനിക്കില്ല. അപ്പം നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാരാണ് ഇത് മുഴുവൻ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടും ഇത് നിർത്തുന്നത്. വയനാട് ദുരന്തവുമായിട്ടുള്ള ദുരിതാശ്വാസ ഫണ്ടിലേക്ക് രൂപീകരിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി നടത്തിക്കൊണ്ട് ചെയ്തത്. ഈ സീസണിലെ ആദ്യത്തെ പോട്ടാണത്. കാളപൂട്ട് മത്സരത്തിന്റെ ഉദ്ദേശശുദ്ധി തിരിച്ചറിഞ്ഞ് മറ്റ് ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുപോലും കന്നുപൂട്ട് പ്രേമികൾ മലമ്പുഴയിലേക്ക് എത്തിയിരുന്നു. 24 പാലക്കാട്.